ഇതൊരു വിക്ടിം കാർഡ് അല്ല, പക്ഷേ ഐ എം ജസ്റ്റ് ഹിയർ ടു ആസ്ക് എ ഫ്യൂ ഓഫ് യു a question that I'm really curious about. കാലങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡേറ്റിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു പടത്തിന് പോയി, വരുന്ന വഴിക്ക് ഒരു കഫേയിൽ കയറി ഫുഡ് കഴിച്ചു. ആൻഡ് ഐ വാസ് കമ്മിങ് ബാക്ക് ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദ ഡേ ആസ് വെൽ. പക്ഷെ വരുന്ന വഴിക്ക് 2 പ്രാവശ്യം ഒരു ഒന്നിലുള്ള കുറച്ച് ആണുങ്ങൾ എന്തൊക്കെയോ കമന്റ് അടിക്കുകയും ഒരുമാതിരി വൃത്തിയുടെ നോട്ടം നോക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അവരുടെ സദാചാരം പഠിപ്പിക്കായിരുന്നു. ബിക്കോസ് ഐ വാസ് വെയറിംഗ് എ ഹോൾട്ടർ നെക്ക് ടോപ്പ് ആൻഡ് എ ലോങ് സ്കേർട്ട്. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിൽ 2 പയ്യന്മാരുണ്ടായിരുന്നു. ഒരു ബാക്കിലുണ്ടായിരുന്ന പയ്യൻ നോക്കി വിസിൽ അടിക്കോ അങ്ങനെ എന്തോ ചെയ്തു. അപ്പൊ ഈ 2 തവണയും ഇത് ബാക്ക് ടു ബാക്ക് ഹാപ്പൻ ചെയ്തപ്പോൾ ഐ വാസ് റിയലി ഫ്രസ്ട്രേറ്റഡ്. പക്ഷേ ഐ കുഡന്റ് ഡു എനിത്തിങ് ദർ ബിക്കോസ് വണ്ടിയിലായിരുന്നു, ഇവർ പെട്ടെന്ന് പോയി. ഇനി അതല്ല, എനിക്ക് ടൈം കിട്ടിയാലും എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ഒന്ന് കണ്ണുരുട്ടി കാണിക്കുമായിരിക്കും. കാര്യം ഇവരെ കത്തിയെടുത്ത് കുത്താണോ ആസിഡ് ഒഴിക്കാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഡ്രസ്സിങ് ഇവരുടെ സംസ്കാരത്തിന് യോജിക്കാത്തത് കൊണ്ടാണോ ഇവർ ഇത്ര സംസ്കാര ശൂന്യത കാണിക്കുന്നത്. പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ ഇതേ ഡ്രസ് ഇട്ട് പാർട്ട്ണറിന്റെ കൂടെയോ അനിയന്റെ കൂടെയൊക്കെ പുറത്ത് പോയപ്പോഴൊന്നും എനിക്കിത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ് ബിക്കോസ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷം ഒക്കെ ആവാറായി. ഈ 3 വർഷത്തിലും എന്നെ നോക്കിയിട്ട് ആരും കമന്റ് അടിച്ചിട്ടോ വിസിൽ അടിച്ചിട്ടോ ഹൂട്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. പക്ഷെ ഐ ഹാവ് എക്സ്പീരിയൻസ് ദിസ് ഇൻ മൈ ലേറ്റ് ടീൻസ് ആൻഡ് ഏർലി 20s. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ പ്രായമായി വരുന്നത് കൊണ്ടും ഐ എം ബീങ് സ്പെയർഡ്, ഐ എം പാസ് ദാറ്റ് ഫേസ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് അവർ അഗൈൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ വെൻ ദിസ് ഹാപ്പൻഡ് ഞാൻ ആലോചിച്ചൊരു കാര്യം, നോർമലി ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഐ ഹാവ് എ കമ്പനി. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഹാവ് മൈ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ മൈ ബ്രദർ അല്ലെങ്കിൽ മൈ ഫ്രണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് എ മാൻ. അപ്പോഴൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഞാൻ ആദ്യമായിട്ടൊന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ ഹാപ്പൻസ് ട്വൈസ് ഇൻ എ റോ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കുഞ്ഞു കാര്യമായിട്ട് തോന്നും. കാര്യം കമന്റ് അടിച്ചോ വെസിൽ അടിച്ചോ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ഇത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നടക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത്രയും പകൽ ഇഫ് ദേ ആർ ഫീലിംഗ് കംഫർട്ടബിൾ ഇനഫ് ടു മേക്ക് എ വെമൻ അൺകംഫർട്ടബിൾ, ഇവർ രാത്രി 2 മണിയാണെങ്കിൽ ഇവർ എങ്ങനെയാ വിശ്വസിക്കുക? അത് പോട്ടെ, ഇഫ് യു ആർ വൺ അമംഗ് ദ മെൻ ഹു ഡു ദിസ്, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ ഫോർ യു. അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കി കമന്റ് അടിച്ചു, അപ്പൊ വാട്ട് ഇസ് ദ പോസിറ്റീവ് ഫീലിംഗ് യു ഗെറ്റ് ഫ്രം ദിസ്? നിങ്ങൾ കമന്റ് അടിക്കുമ്പോൾ ഈ കമന്റ് അടിക്കപ്പെടുന്ന പെൺകുട്ടിക്ക് ഇതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അതോ കമന്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണോ? ലൈക്ക് വാട്ട് ഇസ് ദ പോയിന്റ്? നിങ്ങൾ ഈ ബാക്കിയുള്ള പെൺകുട്ടികളെ നോക്കി കമന്റ് അടിക്കുക മെസ്സേജ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്? അതോ ബാക്കിയുള്ള ആണുങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മനെയും അനിയത്തിനെയും ഒക്കെ കമന്റ് അടിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേ സന്തോഷം തന്നെയാണോ കിട്ടുന്നത്? ഈദ വേ ഹൗ സാഡിസ്റ്റിക്. അതായത് ഒരാളെ അൺകംഫർട്ടബിൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അതൊരു പ്ലഷർ കിട്ടുന്നു എന്ന് പറയണമെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ടു ഗെറ്റ് യുവർ ട്രീറ്റ്മെന്റ് ഡൺ റൈറ്റ്. ഒരു 17-year-old ആണെങ്കിൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ്, ഇമ്മച്യൂരിറ്റി ആണ്, റൈറ്റ് ഓർ റോങ് അറിയത്തില്ല. യു ആർ എ ഗ്രോൺ ആസ് മാൻ. നിങ്ങൾ വീട്ടിലൊക്കെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ അടുത്ത് എങ്ങനെയാ അത്ര കൺട്രോൾ ചെയ്ത് നിൽക്കണം? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ടീച്ച് ആക്കരുത്, തെറപ്പിയോ ഷോക്കോ എപ്പോഴാണ് വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് കൺസേൺഡ്. ബൈ.